ശബ്ദം കേൾക്കുന്നല്ലോ. ആരാരോ വരുന്നതാരോ, വൈലുവാണേ ഞങ്ങളുടെ മെമ്പറാണേ, മെമ്പറാണേ ഞങ്ങളുടെ വൈലുവാണേ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2020 കുന്നംകുളം ഗ്രാമപഞ്ചായത്തിലെ ഫലപ്രഖ്യാപനം പൂർത്തിയായപ്പോൾ 23 വാർഡുകളിൽ 11 വാർഡുകൾ LDF-ഉം 9 വാർഡുകൾ UDF-ഉം 2 വാർഡുകളിൽ BJP-യും 1 വാർഡിൽ UDF വിമതനും വിജയിച്ചു. രാഷ്ട്രീയപരമായി UDF-നും LDF-നും തിരിച്ചടി നേരിട്ടതായിട്ടാണ് വിലയിരുത്തുന്നത്. 7ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി O ഹുസൈനും 16ാം വാർഡിൽ ഷമീന വെള്ളക്കാടും തോൽവി ഏറ്റുവാങ്ങിയത് ലീഗിന് ഏറെ ക്ഷീണമായപ്പോൾ 15-18 വാർഡുകൾ LDF-ൽ നിന്നാണ് BJP പിടിച്ചെടുത്തത്. 2ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF-ന് പാളിച്ച സംഭവിച്ചതിന്റെ ഭാഗമായാണ് ഈ വാർഡ് LDF-ന്റെ കയ്യിൽ എത്തിപ്പെട്ടത്. ഇതേ അനുഭവം തന്നെയാണ് 22ാം വാർഡിലും UDF-ന് നഷ്ടപ്പെടാൻ കാരണമായത്. വാർഡ് 22-ൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളിപ്പോയത്. അതേസമയം വാർഡ് 14-ൽ UDF-ലെ ലീഗ് സ്ഥാനാർത്ഥി കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ 2ാം സ്ഥാനത്തായിരുന്ന BJP 3ാം സ്ഥാനത്തെത്തിയപ്പോൾ വിജയത്തിൽ തൊടാനാവാതെ LDF 2ാം സ്ഥാനത്തെത്തി. ബ്ലോക്ക് ഡിവിഷനിൽ ചിത്രകടവിൽ നിന്നും LDF-ന്റെ ശിവലാൽ UDF-ൽ നിന്നും സീറ്റ് പിടിച്ചെടുത്തതാണ് LDF-ന്റെ മറ്റൊരു ഉജ്ജ്വല വിജയം. അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് കുന്നംകുളം ഡിവിഷനിൽ നിന്നും UDF-ലെ അരിയിൽ അലിവിയും പൈങ്ങോട്ടുപുറം ഡിവിഷനിൽ നിന്നും ബാബു നെല്ലൂരിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDF നിലനിർത്തി. ഇവിടെ M ധനീഷ് ലാൽ വിജയിച്ചു. UDF മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ഹിതേഷ് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MP അശോകൻ തുടങ്ങിയവർ പരാജയം ഏറ്റുവാങ്ങി. 9ാം വാർഡിൽ നിന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലീന വാസുദേവൻ വിജയിച്ചത് UDF-ന് ആശ്വാസമായി. ഭരിക്കുവാൻ LDF-ന് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഒറ്റക്കക്ഷി എന്ന നിലയിൽ അവകാശവാദം ഉന്നയിക്കേണ്ടി വരും. വിമതനായി നിലനിൽക്കുന്ന 7ാം വാർഡിലെ വിജയി നജീബിന് LDF പിന്തുണ കൊടുത്ത സാഹചര്യത്തിൽ നജീബിന്റെ സഹായം LDF-ന് ലഭിച്ചാൽ ഭൂരിപക്ഷത്തോടെ LDF-ന് ഭരിക്കാനാവും. BJP-യുടെ തീരുമാനവും കുന്നംകുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ന്യൂസ് ടീം വാർത്താ വർത്തമാനം.